വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ യേശു കർത്താവിൻ്റെ ജയിൽ ബ്രേക്കിങ്ങും തടവുള്ളികളെ സ്വതന്ത്രമാക്കുന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ചില വിടുതലുകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. പലതും ബ്രേക്ക് ചെയ്യും, പലതും ലൂസ് ആക്കി കർത്താവ് സ്വതന്ത്രമാക്കുന്ന ഒരു ദിവസമായിരിക്കും. There is great power of the Holy Spirit contained in this episode. തീർച്ചയായിട്ടും ഇത് എത്ര പേർക്ക് അയക്കാം അത്രയും പേർക്ക് അയച്ചു കൊടുക്കണം. ഹാർവസ്റ്റ് കേരളത്തിൽ കാണുന്നവർ, അതുപോലെ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കാണുന്നവരുണ്ട്, കാണും, ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ കേൾക്കുന്നവർ കാണും. എല്ലാവരെയും കർത്താവ് ഇന്ന് ധാരാളമായി അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇന്നത്തെ സ്പോൺസേഴ്സിനായി നമുക്ക് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാം. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ ഇടപ്പള്ളിയിൽ നിന്ന് മിലിയാണ്. ജൂൺ 11 മിലിയുടെ 23ാമത്തെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ മാസം. ഹാപ്പി ബർത്ത്ഡേ മിലി, ഈവൻ ഇഫ് ഇറ്റ് ഈസ് a little belated. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഉപരി പഠനത്തിനായി USA പോകുമ്പോൾ സുരക്ഷിതയായിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതവും ദൈവിക സംരക്ഷണവും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യവും അനുഗ്രഹിക്കപ്പെട്ട ഭാവിയും ഉണ്ടാകേണ്ടതിനായി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തത് പുനലൂരിൽ നിന്ന് സാംകുട്ടിയാണ്. ഓഗസ്റ്റ് 27 വരുവാൻ പോകുന്നേയുള്ളൂ. മകളുടെ ജന്മദിനമാണ്. വരാൻ പോകുന്നേ ഉള്ളൂ, നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ, ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ കൂടി വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല, ബ്രദർ സാംകുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മാറുവാനും നല്ല ആരോഗ്യം ഉണ്ടാകേണ്ടതിനായി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്ന കർത്താവ് സ്പോൺസേഴ്സിന് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നിങ്ങളേവർക്കും ഇതുപോലെ ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം, ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കുകാരാകാം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ, അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ, മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ, നീ എൻ ദൈവം. യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുനാഥാ, കോട്ടയും നീ. യേശുനാഥാ, യേശുനാഥാ, നീ എൻ ദൈവം. യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ
കോട്ടയും നീ മാത്രമേ. എനിക്ക് വാട്സപ്പിൽ ലഭിച്ചൊരു മെസ്സേജ് ഇങ്ങനെയാണ്, ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ്. Dearest Brother Damien and Sister Shema, trust all of you are doing fine by God's grace. ബ്രദർ ഡാമിയൻ, സിസ്റ്റർ ഷെമ, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. I'm sure of this as I'm watching your blessed programs every day. എല്ലാ ദിവസവും ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്. Thank you so much. May the Lord use you all much more mightily in the days to come for the extension of His kingdom. ഈ വരുന്ന കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ട് ദൈവം അതിശക്തമായിട്ട് നിങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. We are much blessed by your programs. നിങ്ങളുടെ പ്രോഗ്രാം നിമിത്തമായിട്ട് ഞങ്ങൾ വളരെയധികം അനുഗ്രഹത്തിലാണ്. I still recollect the wonderful Israel trip we had with you. നിങ്ങളോടൊപ്പം വളരെ മനോഹരമായിട്ടുള്ള ഇസ്രായേൽ ട്രിപ്പ് ഞാൻ ഓർത്തു പോവുകയാണ്. I am so proud of little Nehemiah, Mon and Emmy Moore, now grown up and being used by the Lord wonderfully. അന്ന് ചെറുതായിരുന്ന നെഹമായ മോനും എമി മോളും ഒക്കെ ഇന്ന് വലുതായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നതും കർത്താവ് ഉപയോഗിക്കുന്ന ഓർത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. May the Lord bless them abundantly. Love you all much. കർത്താവ് അവരെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ. Mrs. LC Lionel from Mumbai. മുംബൈയിൽ നിന്ന് LC ലയനലാണ് ഇത് അയച്ചിരിക്കുന്നത്. പക്ഷേ ഓർക്കുന്നുണ്ടോന്നറിയില്ല, ഒരു ലയനൽ അങ്കിളും വൈഫും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, ഇസ്രായേൽ ട്രിപ്പിലുണ്ടായിരുന്നു. അങ്കിൾ ഈയിടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി. അപ്പോൾ ആൻറ്റി അയച്ചൊരു മെസ്സേജാണ്, അതെല്ലാം ഇതിന് ശേഷം എഴുതിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് LC ആൻറ്റി ഫോർ ദിസ് വണ്ടർഫുൾ മെസ്സേജ്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എനിക്കതല്ല, എന്നെ ടച്ച് ചെയ്ത് വായിക്കാൻ കാരണം every day she is watching this program and she is getting blessed. ഇതുപോലെ ആയിരക്കണക്കിന് പേർ ലോകമെമ്പാടും ഇത് കണ്ട് കേട്ട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, അതിനേക്കാൾ കൂടുതലിലേക്ക് വരണം. സോ we are going to get into more and more media platform. പല ഭാഷകളിലേക്ക് ഇതൊക്കെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഹിന്ദിയിലുണ്ട്, മലയാളത്തിലുണ്ട്, കുറേയൊക്കെ ഇംഗ്ലീഷിലുണ്ട്, പലതിലുമുണ്ട്. എന്നാൽ കൂടുതൽ നമ്മൾ വിശാലതയിലേക്ക് പോകാൻ പോവുകയാണ് ഫോർ ഹിസ് കിങ്ഡം. ആമേൻ. ഓൾറൈറ്റ്, നമുക്ക് ഒരു ഭാഗം നിന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് മാർക്ക് ചാപ്റ്റർ നമ്പർ 5. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. 1 മുതൽ ഇങ്ങോട്ട് നമ്മൾ എല്ലാം വായിച്ചില്ലെങ്കിലും ചില ഭാഗങ്ങളെങ്കിലും നമുക്ക് വായിക്കേണ്ടിയിരിക്കുന്നു. മലയാളത്തിൽ വായിച്ചാൽ മതി, ഇംഗ്ലീഷിൽ ചിലതൊക്കെ ആവശ്യമുള്ളത് ഞാൻ പറയാം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. ഗദരദേശത്തെ കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഗദരദേശം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭൂതഗ്രസ്തൻ, അതാണ് ആദ്യമേ നമ്മുടെ സെയിം സ്റ്റോറി. ബട്ട് ഇന്ന് കർത്താവ് ഇതിലൂടെ ചിലരോട് സംസാരിക്കുകയും ചില വിടുതലുകൾ ചില വീടുകളിലേക്ക് വരാൻ പോവുകയാണ്, ചില വ്യക്തികളുടെ ലൈഫിൽ. ഓക്കെ, പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. വെൽക്കം ടീം. ഞാൻ ഇന്നലെ ഏതൊരു ദിവസം പറഞ്ഞില്ലേ, ദേവദാസന്മാർക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നല്ല ഡിഗ്നിഫൈഡ് ദേവദാസന്മാരൊക്കെ ആണെങ്കിൽ വമ്പിച്ച വരവേൽപ്പാണ്. യേശു ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി ആ ദ്വീപിലേക്ക് കാലെടുത്ത് വെച്ച ഉടൻ തന്നെ സംഭവിക്കുന്ന എന്താണ്? ആ സ്ഥലത്തേക്ക് കാൽ വെച്ച ഉടൻ തന്നെ കല്ലറയിൽ നിന്ന് അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ. ഗ്രീറ്റിംഗ് പാർട്ടിയും വെൽക്കം ടീമൊക്കെ വരുന്ന എവിടെ നിന്നാണ്? കല്ലറയിൽ നിന്ന്, സെമിത്തേരിയിൽ നിന്ന്, ശവ കുടീരത്തിൽ നിന്ന് ഒരു ഭീകര രൂപമുള്ളൊരു മനുഷ്യൻ, പൈശാചിക ശക്തി അധിവസിക്കുന്ന ഒരു മനുഷ്യൻ അവനെ എതിരേറ്റ് ചെന്നു. ഗ്രീറ്റ് ആൻഡ് മീറ്റ്. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. This man lived in the tombs. ശവക്കുഴിയിലാണ് അവൻ്റെ. ഇപ്പം ഇന്നത്തെ കാലത്തെ പോലെയുള്ള ശവക്കുഴികളല്ല എന്നുള്ളത്. അധികവും പാറയിലൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് കല്ലുരുട്ടി വയ്ക്കുക, എന്തെങ്കിലും രീതിയിൽ ക്ലോസ് ചെയ്യുന്ന മെത്തേഡൊക്കെയാണ് അന്നുള്ളത്. അപ്പം അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ ഇങ്ങനെയുള്ള ശവക്കല്ലറകളിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പുറത്ത് അസ്ഥിയോ ഇതൊക്കെ ആയിരിക്കും അപ്പുറത്ത് കിടക്കുന്നത്, ചീഞ്ഞ ശവശരീരങ്ങളൊക്കെ. But this man had lost his mind. പൈശാചിക ശക്തികൾ വന്നിട്ട് പൊസസ് ചെയ്തിട്ട് ഈ മനുഷ്യൻ്റെ സുബോധം നഷ്ടപ്പെട്ട്
പിശാചിൻ്റെ പിടിയിലായി പിശാച് അവനെ യൂസ് ചെയ്യുകയാണ്. അങ്ങനൊരു മനുഷ്യൻ യേശുവിനെ എതിരേറ്റു വരികയാണ്. അപ്പം അവനെ പോയി ആരും വിളിച്ചെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ആരും അവനെ യേശുവിൻ്റെ മീറ്റിങ്ങിന് വരാൻ ഇൻവൈറ്റ് ചെയ്തൊന്നുമില്ല. പക്ഷേ പൈശാചിക ശക്തികൾ യേശുവിൻ്റെ വരവ് തിരിച്ചറിഞ്ഞു. ഒന്നുകൂടി പറയാം, മനുഷ്യർ തിരിച്ചറിഞ്ഞില്ലെങ്കിലും യേശുവിൻ്റെ സാന്നിധ്യം പൈശാചിക ശക്തികൾക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെയൊക്കെ മീറ്റിങ്ങുകളിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, ഭയങ്കരമായ യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, ദൈവശക്തിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഒളിഞ്ഞിരിക്കുന്ന ഭൂതങ്ങളൊക്കെ പുറത്തേക്ക് വരും. അവർ ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങും, ഉരുളാൻ തുടങ്ങും, ഭയങ്കര പരിപാടികളൊക്കെ കാണിക്കാൻ തുടങ്ങും. ഇതൊക്കെ വരാൻ കാരണം പിശാചിന്, മനുഷ്യർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും പിശാചിന് യേശുവിൻ്റെ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. നമ്പർ 4, അടുത്തൊരു വചനം വായിക്കാമോ? പലപ്പോഴും അവനെ തൊട്ട് മേളിലുള്ളൊരു ഭാഗം കൂടെ വായിച്ചു തീർത്തില്ല. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാ. ഓ മൈ ഗോഡ്, ഒരു ചങ്ങലകൾ കൊണ്ട് പോലും അവനെ ബന്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സാധാരണ ചങ്ങലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളൂ. പക്ഷെ ചങ്ങലയെ പോലും ഇവൻ എന്ത് ചെയ്യും? അവൻ പൊട്ടിച്ചു കളയുന്ന ഒരു അത്രയ്ക്ക് വലിയ പൈശാചിക ശക്തികൾ അവൻ്റെ മേൽ വന്നിരുന്നു. ഈ പൈശാചിക ശക്തികൾ പ്രവേശിക്കുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വലിയ ഫേർണിച്ചറൊക്കെ എടുത്ത് പൊക്കുക. കാരണം ആ ഒരു സാധാരണ കൈയുടെ ശക്തി കുഞ്ഞുങ്ങളുടെയോ മനുഷ്യൻ്റെയോ കൈയുടെ ശക്തിയല്ല, പലതിനെ അടിച്ച് തകർക്കുക. ഒരു വല്ലാത്തൊരു ഈവിൾ പവർ അവരിലൂടെ വ്യാപരിക്കുകയാണ്. ബട്ട് ഐ ഹാവ് എ ഗുഡ് ന്യൂസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. പറഞ്ഞേ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. യേശുവിൽ പരിഹാരമുണ്ട്. ഓക്കേ, വായിക്കാം. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെയുള്ള പൈശാചിക ശക്തി. നോ വൺ വാസ് സ്ട്രോങ് ഇനഫ് ടു സബ്ഡ്യൂ ഹിം. അവനെ അടക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എനിക്കൊന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ആണെന്ന് തോന്നുന്നു, ഇഫ് ദർ ഇസ് എ സ്ട്രോങ് മാൻ ദർ ഇസ് എ സ്ട്രോങ്ങർ മാൻ, അല്ലെ? ബലവാനുണ്ടെങ്കിൽ അവനേക്കാൾ ബലവാനായവൻ ആണ് യേശു. ഏത് ബലവാനേക്കാളും വലിയവനാണ് നമ്മുടെ ബലവാനായ യേശു. ഓക്കെ, വായിക്കാം. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ഓക്കെ, അപ്പോൾ ശരീരം മുഴുവൻ തന്നെത്താൻ ചതക്കുക, തന്നെത്താൻ ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ പൈശാചിക ശക്തികൾ. ഓക്കെ, അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കി വിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിലെന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവനാണ് നിലവിളിക്കുന്നതെങ്കിലും അവനിലുള്ള പൈശാചിക ശക്തികളാണ് നിലവിളിക്കുന്നത്. കാരണം അതിനു മുൻപ് അവിടുത്തെ, ഒരുപക്ഷെ ഞാൻ നമ്മുടെ നാട്ടിലെ ഭാഷ വെച്ച് പറയുകയാണ്, അവിടുത്തെ പോലീസുകാരോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ സമൂഹത്തെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നമാണത്. പലരും വന്ന് അവനെ അടക്കാൻ ശ്രമിച്ചു, ചങ്ങലയിലിടാൻ ശ്രമിച്ചു, എല്ലാവരും പരാജയപ്പെട്ടു. ആരുടെയും മുമ്പിൽ അവൻ മുട്ടുകുത്തിയില്ല, എല്ലാവരും അവൻ മുട്ടുകുത്തിച്ചു. എന്നാൽ യേശു ആ കരയിലേക്ക് വഞ്ചിയിൽ നിന്നിറങ്ങിയ ഉടൻ തന്നെ ഇവൻ വന്ന് യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. ഫിലിപ്പി ലേഖനം 2-6 മുതൽ വായിക്കുമ്പോൾ കാണുന്നത്, എല്ലാ മുഴങ്കാലും മടങ്ങും. ഇവനിലുള്ള പൈശാചിക ശക്തികളാണ് വന്നിട്ട് മുട്ടുമടക്കിയത്. എല്ലാ നാവും യേശുവിൻ്റെ നാമത്തെ ഏറ്റു പറയും. ഇവിടെ പറയുന്നുണ്ടോ, മഹോന്നതനായ, അല്ലേ, ജീസസ് സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗാഡ്, അല്ലേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. ആ പേരെടുത്ത് പറയുന്നത് കണ്ടോ, പൈശാചിക ശക്തികൾ. ഓക്കെ, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. 9, നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. അവിടെ പറയുന്ന, മൈ നെയിം ഇസ് ലീജിയൻ, ഹി റിപ്ലൈഡ്, ഫോർ വി ആർ മെനി. അപ്പോൾ ഒരാളാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ പലരാകുന്നു എന്ന് പറയുമ്പോൾ, ലീജിയൻ എന്ന് പറയുന്നത് ഏകദേശം 6000-ഓളമുള്ള പട്ടാള ട്രൂപ്പാണ്. അത്രയും ഗണങ്ങൾ, പൈശാചിക ശക്തികൾ ഒരുമിച്ച് വസിച്ചുകൊണ്ടാണ് അവൻ ഇത്രയും പൈശാചിക ബലമുണ്ടായിരുന്നത്.
10. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. ഓക്കെ. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുന്തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടി ചത്തു. അവ ഏകദേശം 2000 2000-ഓളം പന്നികൾ. ഇതൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കേട്ട് കാണും, വായിച്ചു കാണും, ധ്യാനിച്ചു കാണും, പ്രസംഗങ്ങൾ കേട്ട് കാണും. പക്ഷെ എൻ്റെ വിഷയം അതിൻ്റെ തിയോളജിയോ അതിൻ്റെ വിവരണങ്ങളോ ഒന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം, നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം. ഇതുപോലെ നിൽക്കുന്ന പൈശാചിക ശക്തികൾ മുഴുവൻ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങും. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഭൂതങ്ങൾ പോലും നിന്റെ നാമത്തിൽ കീഴടങ്ങുന്നു. യേശുവിൻ്റെ നാമം പറയുമ്പോൾ കീഴടങ്ങുന്നു. അവൻ്റെ സാന്നിധ്യത്തിൽ ഇളക്കമുണ്ടാവും. ഞാൻ ഒരു കാലത്ത് ശക്തമായ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞൊരു സന്ദേശം ഞാൻ ഓർക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം ഒരു വലിയ സ്റ്റേർ ഉണ്ടാക്കും, ചലനം ഉണ്ടാക്കും. കാരണം യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏതെല്ലാം ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ എവിടെ ചെന്നാലും അവിടെ ജനം അങ്ങ് ഇളകും. ചിലപ്പോൾ അവിടുത്തെ അധികാരികളിലാവും, മത നേതാക്കന്മാർക്ക് ഇളക്കമുണ്ടാവും, ഭയങ്കരമായ ഇളക്കം. മറ്റൊരു വശത്ത് ഇളകി നിൽക്കുന്ന ചിലതിനെ അടക്കും. രണ്ടും നടക്കും. ഒന്ന് അനങ്ങാതെ കിടക്കുക, ശാന്തമായി കിടക്കും, പക്ഷെ പലതും പുറത്തേക്ക് വരും, പലതും ഇളകി വരും. 2, യേശുവിൻ്റെ സാന്നിധ്യം പല ചലനങ്ങളെയും നിശ്ചലമാക്കും. ഇവിടെ ഈ മനുഷ്യൻ ഒരുപക്ഷെ അനേക വർഷങ്ങളായി ആ നാട്ടിൽ അതിഭയങ്കരമായ കോളിളക്കം ഉണ്ടാക്കി. ആ ശവകുടീരങ്ങളുടെ ഇടയിലൂടെ ഒരു സാധാരണ ബോയ്സ് ആൻഡ് ഗേൾസിനൊക്കെ സഞ്ചരിക്കാൻ പറ്റും. പേടിയാ. കാരണം പാറക്കൂട്ടങ്ങളിലൊക്കെ നിന്ന് അതിഭീകരമായി ഇയാള് ഉച്ചത്തിൽ കരഞ്ഞ് ബഹളമുണ്ടാക്കും. പാറയെടുത്ത് തന്നെത്താൻ ചതക്കുക. അപ്പോൾ എപ്പോഴും ചോര ഒലിച്ച് ഒരുപക്ഷെ പല വ്രണങ്ങളൊക്കെ ആയിട്ടാണ് ഈ മനുഷ്യൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടത്. എല്ലാവർക്കും ഭയമാണ്. ആർക്കും അവനെ വർഷങ്ങളായി ബന്ധിക്കുവാനോ ചങ്ങലകൾ കൊണ്ടുപോലും ബന്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. യേശു ഒരു ആയാസവും ഇല്ലാതെ തന്നെ അവിടെ വന്നപ്പോൾ തന്നെ വന്ന് അത് കീഴടങ്ങി, ഇങ്ങോട്ട് വന്ന് കീഴടങ്ങി. ഞാൻ പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളെ നോക്കി പറയുക, ഇതുവരെ വലിയ കൊലക്കൊമ്പന്മാരായി ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ആനയെ പോലെയൊക്കെ നിന്ന പലതും വന്ന് ഇങ്ങോട്ട് വന്ന് കീഴടങ്ങാൻ പോവാ. മൈ വേർഡ്സ്. ഇതുവരെ ഭീഷണിയായി നിന്നത് നിങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ നാമത്തിൽ വന്ന് മുട്ടുമടക്കും, കീഴടങ്ങും. അതുപോലുള്ള ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോവാ. ഒരു ഭാഗം കൂടെ അതിന് ശേഷമുണ്ട്, 18 മുതലുള്ള. അപ്പോൾ അതിനുശേഷം ഈ പൈശാചി ശക്തികൾ മുഴുവൻ ഒരു പന്നിക്കൂട്ടത്തിൽ പോയി അത് നശിച്ചു. ഇതെല്ലാം നമ്മൾ കണ്ടു. 18 മുതലൊന്ന് വായിച്ചു നോക്കി. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. ഇവിടെ സംഭവിച്ചു ഇസ് എ മിറക്കിൾ. ഇത്രയും നാള് ഭൂതം ബാധിച്ച് നാടിനെ ഇളക്കിയ ആ മനുഷ്യൻ തിരിച്ച് യേശു കർത്താവിന് ശേഷം വേറെ പലതും അവിടെ ചെയ്ത് കാണാം, അതിലെഴുതിയിട്ടില്ല. പക്ഷെ തിരിച്ചു പോകാൻ വേണ്ടി യേശു വഞ്ചിയിലേക്ക് കയറുമ്പോൾ ഭൂതഗ്രസ്തൻ വന്നിട്ട് പറയാം, ഞാനും കൂടെ പോന്നോട്ടെ, ഞാനും നിങ്ങളുടെ ടീമിൽ കയറിക്കോട്ടെ. കാരണം ആർക്കും ചെയ്യാൻ കഴിയാത്തത് യേശുവെ നീ ചെയ്തെങ്കിൽ I want to follow you. I want to come along. എന്തായിരുന്നു യേശു പറഞ്ഞത്? യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. Go home to your own people and tell them how much the Lord has done for you and how he has had mercy on you. ചിലരോടൊക്കെ പറഞ്ഞു follow me, follow me, follow me. യേശു കർത്താവ് പുറകെ വരാനാ പറഞ്ഞത്. ഇവനോട് യേശു അത് പറഞ്ഞില്ല, വീട്ടിൽ പോകാൻ. കാരണം എന്താ? എൻ്റെ വ്യാഖ്യാനമാണ്, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പക്ഷേ 15 വർഷം, 20 വർഷം, 25 വർഷമായി. ഒരു പക്ഷേ ഈ മനുഷ്യന് അപ്പനുണ്ടാകും, അമ്മയുണ്ടാകും, ഒരുപക്ഷെ ഭാര്യ ഉണ്ടായിരുന്നിരിക്കാം, മക്കളുണ്ടായിരുന്നിരിക്കാം. സമനില തെറ്റി പൈശാചിക ശക്തികൾ ഇതിലാണ് പോകുന്നത്. So some people, some were missing their dad, some were missing their son.
ആ വീട്ടിൽ ഈവൻ മിസ്സിംഗ് ആണ്. മാത്രമല്ല ആ ഭ്രാന്തൻ്റെ വീട്ടിലാള്, ആ ഭ്രാന്തൻ്റെ വീട്ടുകാർ. ഇതാണ് അവിടെ പറയുന്നത്. ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഗോ ഹോം, നിന്റെ വീട്ടിലേക്കോ. വീട് ഏതാണെന്ന് പോലും അറിയാതെ, അവൻ്റെ വീട് എന്തായിരുന്നു? ശവകുടീരങ്ങളായിരുന്നു. അസ്ഥികളോടും ശവശരീരങ്ങളോടും കൂടെ കിടന്നുറങ്ങിയവന്. പക്ഷെ ഇന്ന് അവന് സുബോധം വന്നു, അവൻ്റെ വീട് ഏതാണെന്നറിയാം. അവൻ തിരികെ അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. 20ാമത്തെ വചനത്തിൽ, so the man went away and began to tell in the Decapolis how much Jesus had done for him. And all the people were amazed. അവൻ പോയി യേശു തനിക്ക് ചെയ്തു നോക്കിയും ദെക്കപ്പുലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഡിക്കാപോളിസ് എന്ന് പറഞ്ഞ 10 cities എന്നാണ് പറയുന്നത്, 10 പട്ടണങ്ങൾ എന്ന് പറഞ്ഞാൽ. അവൻ വീട്ടിൽ പോയി കാണും. വീട്ടിൽ പോയി ഇതെല്ലാം ശേഷം അവൻ അവിടെ വെച്ച് സാക്ഷ്യം പറച്ചിൽ അവസാനിപ്പിച്ചില്ല. ചിലർ സാക്ഷ്യമേ പറയാറില്ല. എത്ര വലിയ നന്മ കർത്താവ് ചെയ്തിട്ടുണ്ടോ, വായ് സിപ്പിട്ട് വെച്ചേക്കുക. എന്നാൽ ഇവൻ ദൈവം അവന് വേണ്ടി ചെയ്തത് ഓർത്തപ്പോൾ അവനോടി നടന്ന് സാക്ഷ്യം പറയാൻ തുടങ്ങി. അനേക സ്ഥലങ്ങളിൽ പോയി സാക്ഷ്യം പറഞ്ഞു. എല്ലാവർക്കും അതിശയമായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് കർത്താവ് ഇതുപോലുള്ള ചില വിടുതലുകൾ ചില വ്യക്തികൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വലിയ ചില കാര്യങ്ങൾ കർത്താവ് ചിലർക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു ചെറിയൊരു ഭാഗം കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 11 മുതലുള്ള ചില വചനങ്ങൾ നമുക്ക് നോക്കാം. ലൂക്ക് 7:11-15. പിറ്റേന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ഈ ഒരു ഇൻസിഡന്റ് എല്ലാവർക്കും അറിയാം. നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ യേശു കർത്താവ് ഉയർപ്പിക്കുകയാണ്. ഇവിടെ കാണുന്നത് ദ പ്രിസണർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ തടവിൽ പിടിക്കപ്പെട്ട ഒരു മനുഷ്യനെ കർത്താവ് സ്വതന്ത്രമാക്കി. ഇങ്ങനെ അനേകരെ കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ത്രീയെ ആ മോനെ സംബന്ധിച്ചുള്ള ആ മോന്റെ ആയുസ് തീർന്നിട്ടില്ലായിരുന്നു. അമ്മ വിധവയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവന് ഫാദർ ഇല്ല, ഇവൻ്റെ അമ്മയ്ക്ക് ഭർത്താവില്ല. ഈ സാഹചര്യം അറിഞ്ഞ് കർത്താവ് അവിടെ ഒരു വലിയ മിറക്കിൾ അവിടെ ചെയ്തു. ഹല്ലേലൂയ. ആ സ്ത്രീയുടെ സ്വപ്നങ്ങളെല്ലാം തിരികെ വന്നു. കാരണം നഷ്ടപ്പെട്ടു പോയ സകലവും തിരിച്ചു നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത്, യേശു കർത്താവിന് ഏത് തടവറയിൽ നിന്നും ഏത് ചങ്ങലയിൽ നിന്നും, ഇപ്പം ആ മനുഷ്യൻ ചങ്ങലയിൽ കിടന്നിട്ട് ചങ്ങലകൾക്ക് പോലും തിളക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭീകരമായ പൈശാചിക ശക്തികളുടെ ഒരു ചങ്ങലയിലായിരുന്നു. എന്നാൽ യേശു കർത്താവ് സിമ്പിളായി അവനെ വിടുവിച്ചു. കൗൺസിലിംഗ് പോലും കൊടുത്തിട്ടില്ല. അതിലുള്ള ഭൂതങ്ങളോട് പോകാൻ കൽപ്പിച്ചിരുന്നു. ദാറ്റ്സ് ഓൾ. കൽപ്പിച്ചു, അവർ പോയി, പന്നിക്കൂട്ടത്തിലേക്ക് പോയി. ദാറ്റ്സ് ഓൾ. കർത്താവിന് വളരെ സിമ്പിളായി, മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കർത്താവിന് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പറ, എവിടെയാണ് നിങ്ങളുടെ പ്രയാസം? യേശു കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്ന വിശ്വാസത്താൽ ഈ വിടുതലുകളെ സ്വീകരിക്കാൻ കഴിയും. ഞാനിത് പറയുന്ന സമയത്ത് കാണുന്ന ഒരു പ്രത്യേക ഒരു ചില കുടുംബങ്ങളിൽ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന രോഗങ്ങൾ,
പാരമ്പര്യ രോഗങ്ങൾ, അത് സാധാരണ പാരമ്പര്യ രോഗങ്ങളല്ല, ഒരു വല്ലാത്ത രീതിയിലുള്ള ചില പാരമ്പര്യ രോഗങ്ങൾ തലമുറയായി കൈവരുന്ന, പ്രത്യേകിച്ച് അതിൽ ഞാൻ കാണുന്നത് ഒരുതരം പ്രത്യേകമായി സ്കിന്നിലുള്ള ഒരു ബാധ പോലെയുള്ള ഒരവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലുള്ള പലതും കർത്താവിന് ക്യാൻസൽ ചെയ്യുകയാണ്, പലരെയും കർത്താവിന് സ്വതന്ത്രമാക്കിയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ കർത്താവെ ഓരോരുത്തർക്കും കൊടുക്കുന്നതിന് 2 കരങ്ങൾ ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ചേ. നിങ്ങളുടെ പ്രയാസമോ പ്രശ്നം എന്താണോ കർത്താവിനോട് പറ, ഇപ്പോൾ പറ. കർത്താവെ, ഈ സഹോദരങ്ങൾക്കായി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി, വലിയ വിടുതൽ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് വൈകിട്ട് ഹീലിംഗ് ക്രൂസൈഡുള്ള കാര്യം മറക്കരുത്. എല്ലാവരോടും പറയണം, എല്ലാവരും സൂമിൽ വരാൻ കഴിയുന്ന എല്ലാവരും സൂമിൽ വരിക. മറ്റുള്ളവർക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വാച്ച് ചെയ്യാൻ കഴിയും. അതുപോലെ ഈ ബുക്സ് ഞാൻ ദിവസം അനൗൺസ് ചെയ്യുന്നുണ്ട്. ബണ്ടിൽസ് ഓഫ് ബുക്സ്, ഇംഗ്ലീഷ് സെറ്റുമുണ്ട്, മലയാളം സെറ്റുമുണ്ട്. പോസ്റ്റേജും ഹാൻഡ്ലിംഗ് ചാർജസും മാത്രം മതി. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാനുണ്ട്. God bless you all. Bye-bye. This is a breaking news. This is a good news. ഇത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്, ഒരു ഗുഡ് ന്യൂസ് ആണ്. In this pandemic season, Blessing Today is planning something, a huge project to help you grow in the Lord. കർത്താവിൽ വളരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ വലുതായിട്ടുള്ള ഒരു പദ്ധതി ബ്ലെസ്സിംഗ് ടുഡേ പ്ലാൻ ചെയ്യുകയാണ്. This is about the bunch of books that we are going to distribute everywhere. എല്ലായിടത്തേക്കും ഒരു കൂട്ടം പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഈ ഒരു പദ്ധതി എന്നുള്ളത്. This is almost free of cost. ഇത് ഏതാണ്ട് ഇത് ഫ്രീ ആണ്. But you need to pay only the postage and the handling charges. നിങ്ങൾ അതിനുവേണ്ടി നൽകേണ്ടത് പോസ്റ്റേജും അത് കൈകാര്യം ചെയ്യുവാനുള്ള പണവും മാത്രമാണ്. The list of the set of books that we are going to give you is worth maybe around 1,000 rupees. ഞങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന പുസ്തകക്കൂട്ടത്തിന് നൽകേണ്ടുന്ന വില യഥാർത്ഥത്തിൽ ഏതാണ്ട് 1000 രൂപയാണ്. But you need to pay just 200 rupees as postage and handling charges. എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി നൽകേണ്ട തുക എന്നുള്ളത് വെറും 200 രൂപ മാത്രമാണ്. അത് പോസ്റ്റേജ് ഇനത്തിലും മറ്റ് അതിന്റെ പാക്കിങ്ങിനും വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. Maybe some of these Blessing Today titles you already have. ബ്ലെസ്സിംഗ് ടുഡേയുടെ ചില ടൈറ്റിലുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കും. But get different sets of these books so that you can give to others as gifts. എന്നാൽ ഇത്തരത്തിലുള്ള ഈ പുസ്തകക്കൂട്ടം നിങ്ങൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് വിതരണം ചെയ്യുവാൻ സാധിക്കും. Maybe you have all the books, but what you can do is give us your friend's address. We will send the sets of book directly to them. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരുടെ അഡ്രസ് ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ ഈ പുസ്തകം അവർക്ക് അയച്ചു കൊടുക്കാം. And this is very, very, very easy. ഇത് വളരെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. Just Google Pay 200 rupees to Blessing Today Resources WhatsApp number. ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് ദയവായി 200 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. Or you can send money order. അല്ലെങ്കിൽ നിങ്ങൾക്ക് മണി ഓർഡർ അയക്കാൻ സാധിക്കും. Or you can do a bank transfer. അല്ലെങ്കിൽ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. All the details are shown on the screen. ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. But remember to send the image, the photo of the transaction details to the Blessing Today Resources WhatsApp number. എന്നാൽ നിങ്ങൾ ഏത് രീതിയിലാണ് പണം അയച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ വിവരങ്ങൾ, അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഫോട്ടോ എടുത്ത് ഇപ്പോൾ കാണുന്ന ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ദയവായി അയക്കുക. Don't send it to any other WhatsApp number. മറ്റ് ബ്ലെസ്സിംഗ് ടുഡേയുടെ മറ്റ് വാട്സ്ആപ്പ് നമ്പറുകളിൽ ഈ കാര്യം അയക്കരുത് എന്നുകൂടെ ഓർപ്പിക്കുകയാണ്. Also do remember to send in your clear full address and phone number. അപ്പോൾ തന്നെ ഏത് വ്യക്തിക്കാണോ അയക്കേണ്ടത് അത് നിങ്ങളുടേതാണെങ്കിൽ അങ്ങനെ, മറ്റൊരു വ്യക്തിയുടേതാണെങ്കിൽ ആ വ്യക്തിയുടെ മേൽവിലാസം വളരെ വ്യക്തതയോടെ തന്നെ എഴുതി അറിയിക്കുക. From Blessing Today office we will be sending it as registered parcel.
ബ്ലെസ്സിംഗ് ടുഡേ ഓഫീസിൽ നിന്ന് അത് രജിസ്റ്റേർഡ് പാഴ്സലായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. And you will be provided with the tracking number so that you can track the parcel. അത് മാത്രമല്ല നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ കൂടെ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പാർസൽ ട്രാക്കിംഗ് രീതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. But remember, this offer remains only till there is stock of the books. ഈ പുസ്തകത്തിന്റെ സ്റ്റോക്ക് ഉള്ളിടത്തോളം മാത്രമായിരിക്കും ഇത് ലഭ്യമാകുന്നത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുക. And in case as it progresses, if any one of the titles are we are running short, we will be sending the remaining books. ഇനി ഏതെങ്കിലും ഇതിലെ ടൈറ്റിലുകൾ ഏതെങ്കിലും പുസ്തകങ്ങൾ ഇതിനകത്ത് കുറവ് വന്നു പോയാൽ ബാക്കിയുള്ളവയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുക. And remember, we cannot send this outside India. അത് മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലേക്ക് ഞങ്ങൾക്ക് ഇത് അയക്കുവാൻ സാധ്യമല്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കുക. You need to send only 200 rupees. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അയക്കേണ്ടത് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ 200 രൂപ മാത്രമാണ്. But if God is prompting you to send more money, no problem, it will be used for sending to others. ഇനിയിപ്പോൾ ദൈവം നിങ്ങളോട് കൂടുതൽ പണം അയക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. കാരണം മറ്റുള്ള അനേകർക്ക് നമുക്ക് ഈ പുസ്തകങ്ങൾ അയക്കുവാൻ സാധിക്കും. Or you can sponsor the whole set for some people. You can send 500 rupees or 1,000 rupees or 5,000 rupees or 50,000 rupees, no problem. That more and more people will be blessed. അല്ലെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയോ 5,000 രൂപയോ 50,000 രൂപയോ ഏതാണോ ദൈവം നിങ്ങളോട് പറയുന്നത് അത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്രദമാകുവാൻ വേണ്ടി നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. And I have also a desire in my heart. എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ആഗ്രഹമുണ്ട്. We want to gift at least one Tamil prayer diary to every Tamil family residing in the state of Kerala. കേരളത്തിൽ താമസിക്കുന്ന ഓരോ തമിഴ് കുടുംബത്തിനും ഒരു തമിഴ് പ്രയർ ഡയറി എങ്കിലും കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. And we can work together. നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാം. And also to print these Tamil prayer diaries, you can send your financial gifts. അതുമാത്രമല്ല ഈ ഒരു തമിഴ് പ്രയർ ഡയറി പ്രിന്റ് ചെയ്യുവാനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുവാൻ ആവശ്യപ്പെടുകയാണ്. So that we can bless all the Tamil people in the state of Kerala free of cost. അങ്ങനെയെങ്കിൽ കേരളത്തിലുള്ള എല്ലാ തമിഴ് തൊഴിലാളികൾക്കും അത്തരത്തിലുള്ള കുടുംബങ്ങൾക്കും നമുക്ക് ഇത് ഫ്രീ ആയിട്ട് നൽകുവാൻ സാധിക്കും. Take your mobile phones right away, Google Pay that amount, and these books will be yours, or you can send it to other people. ഈ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് ഇപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യുക. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉടനടി സ്വന്തമാകാൻ പോവുകയാണ്.